topic is cardiac output. Very important question for your theory exams. Okay, so the question that comes would be define cardiac output and then the list the methods to measure it and factors regulating cardiac output. This is very important. Factors regulating cardiac output. Now, what you mean by cardiac output? CO in the short formula. Okay, look here. This is your heart. Okay, blood comes to the right atria from superior vena cava, inferior vena cava. Blood goes down to the right ventricle. Right ventricle in engottathekka blood പോകുന്നത് deoxygenated blood pulmonary artery ലേക്ക് പോകുന്നു. അവിടുന്ന് ലങ്സിലേക്ക് ചെല്ലുന്നു. ലങ്സിൽ നിന്ന് ചെന്നിട്ട് deoxygenated blood oxygenated blood ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനുശേഷം what happens? Good blood comes to the left atria. Pulmonary veins kude 4 pulmonary veins undu ട്ടോ. The good blood or oxygenated blood comes to the left atria. Left atria and the left ventricle lekku പോകുന്നു. അവിടുന്ന് അയോട്ടയിലേക്ക് പോകുന്നു. Okay, now cardiac output means it is the volume of blood, okay, ejected out, means moved out from each ventricle per minute. എന്നുവെച്ചാൽ ഒരു മിനിറ്റിൽ ഓക്കെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എത്ര ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു, ഒരു മിനിറ്റിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് വിൽ മൂവ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അയോട്ട, റൈറ്റ്? ആ ഒരു വോളിയം ഓഫ് ബ്ലഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ കമ്പൈൻഡ് ആയിട്ട് ഉള്ള വോളിയം അല്ല ഞാൻ പറയുന്നത്. ഈച്ച് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എത്രമാത്രം ബ്ലഡ് പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എത്രമാത്രം ബ്ലഡ് അയോട്ടയിലേക്ക് പോകുന്നു. സോ ദ എമൗണ്ട് ഓഫ് ബ്ലഡ്, വോളിയം ഓഫ് ബ്ലഡ് മൂവ്ഡ് ഔട്ട് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് കാർഡിയാക് ഔട്ട്പുട്ട്. So, once more, right ventricle in ഒരു മിനിറ്റിൽ ഏകദേശം 5 to 6 liters of blood pump out ചെയ്യുന്നുണ്ട്, okay, to pulmonary artery. Left ventricle in 1 minute ഏകദേശം 5 to 6 liters of blood in 1 minute pump out ചെയ്യുന്നുണ്ട് to aorta. Alright. Now, we have a formula for cardiac output. It's very important. What is the formula for cardiac output? It is stroke volume into heart rate. What is stroke? Is stroke volume SV എന്ന് എഴുതാം. എന്താണ് stroke volume? Stroke volume is the amount of blood. It is the amount of blood ejected by one ventricle. Moved out. See, the amount of blood that is moving out of one ventricle in one heartbeat. ഒരു ഹാർട്ട് ബീറ്റിൽ ഓക്കെ എത്രമാത്രം എമൗണ്ട് ഓഫ് ബ്ലഡ് ഇസ് ഗെറ്റിംഗ് ഇജക്റ്റഡ് ഔട്ട് ഓഫ് ഈച്ച് വെൻട്രിക്കിൾ. ഏകദേശം 70 ml ആണ് എന്നുവെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒരു വൺ ഹാർട്ട് ബീറ്റ് കഴിഞ്ഞതിന് ശേഷം എത്ര ml ഓഫ് ബ്ലഡ് ആണ് പുറത്തേക്ക് പോകുന്നത്? അബൌട്ട് 70 ml, ഓക്കെ, ഫ്രം ഈച്ച് വെൻട്രിക്കിൾസ്. അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുക. ഓക്കെ, വൺസ് അഗൈൻ, വാട്ട് ഇസ് സ്ട്രോക്ക് വോളിയം? ഇറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം വൺ വെൻട്രിക്കിൾ ഇൻ വൺ ഹാർട്ട് ബീറ്റ്. Yeah, that's what I've written here. The definition of stroke volume, this also they will ask. Definition, it is a volume of blood ejected per ventricle per beat. It is about 70 to 80 ml. Now, what is ejection fraction? See, ejection fraction means it is the percentage of blood, okay, pumped out per beat. See, mostly ejection fraction നമ്മൾ ഈ ടേം യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ് കേപ്പബിലിറ്റി മനസ്സിലാക്കാനാണ്. ഓക്കെ, സോ ഇജക്ഷൻ ഫ്രാക്ഷൻ ഓൾസോ മീൻസ് ബേസിക്കലി അത് സ്ട്രോക്ക് വോളിയം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ബീറ്റിൽ എത്രമാത്രം പെർസെൻറ്റേജ്, ഇപ്പോൾ ലെറ്റസ് സേ ഇത്രയും നിറഞ്ഞു, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇത്രയും ബ്ലഡ് നിറഞ്ഞു, ഓക്കെ, അത് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ എമൗണ്ട് ഓഫ് ബ്ലഡ് അയോട്ടയിലേക്ക് ഇജക്റ്റ് ആവത്തില്ല, അതറിയാമല്ലോ. കുറച്ച് റെസിഡിയൽ
കുറച്ച് എമൗണ്ട് ഓഫ് ബ്ലഡ് ബാക്കിയുണ്ടാവും ആ ഒരു സ്ക്വീസിങ് കഴിഞ്ഞതിന് ശേഷവും സിസ്റ്റോൾ കഴിഞ്ഞതിന് ശേഷവും. ഓക്കെ, അപ്പോൾ എത്രമാത്രം ഈ നിറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് വെൻട്രിക്കുലർ ചേംബറിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ബ്ലഡ് നിറഞ്ഞിരിക്കുമല്ലോ. ഓക്കെ, അത് സ്ക്വീസ് ആവുമ്പം എത്രമാത്രം ബ്ലഡ് അയോട്ടയിലേക്ക് പോയി, ദ പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് ദാറ്റ് ഗോട്ട് ഇജക്റ്റഡ് ഇൻ ടു ദി അയോട്ട, ഓക്കെ, ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ 1 ഹാർട്ട് ബീറ്റ്, അതിനെയാണ് നമ്മൾ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഇജക്ഷൻ ഫ്രാക്ഷനും ബേസിക്കലി സ്ട്രോക്ക് വോളിയം ഏകദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഒരു ഹാർട്ട് ബീറ്റിൽ എത്രമാത്രം വെൻട്രിക്കിൾസിന് പമ്പ് ചെയ്യാൻ പറ്റുന്നു. സ്ട്രോക്ക് വോളിയം നമ്മൾ ML-ലാണ് കണക്ക് പറയുക, ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്മൾ പെർസെൻറ്റേജിലാണ് കണക്ക് പറയുക. ലൈക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്, ഇവിടെ അയോട്ടയാണ്. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ജസ്റ്റ് എക്സാമ്പിളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ലെറ്റസ് സേ 100 ml ഓക്കെ ഓഫ് ബ്ലഡ് നിറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ പറയുകയാണ് ഏകദേശം 70 ml അയോട്ടയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഈ 70 ml ആണ് സ്ട്രോക്ക് വോളിയം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ കണക്കിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ എത്രയാണ് എന്ന് വെച്ചാൽ 100 ml 70 ml അയോട്ടയിലേക്ക് പോയി ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്വീസ് ആയപ്പം. അപ്പം ഇജക്ഷൻ ഫ്രാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്രയാണ് എന്ന് ഞാൻ ഇവിടെ ചോദിച്ചാൽ നിങ്ങൾ പറയും 70%. എന്ന് വെച്ചാൽ 100 ml 70 ml ഇജക്റ്റ് ആയി, അപ്പം 70% ആണ് ഇജക്ഷൻ ഫ്രാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നായിരിക്കും ഉത്തരം. മനസ്സിലായോ? So normal ejection fraction we can say from 55 to 70%. അതൊരു നോർമൽ ഇജക്ഷൻ ഫ്രാക്ഷൻ ആണ്. ഓൾറൈറ്റ്, സോ ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് നമ്മൾ ഇജക്ഷൻ ഫ്രാക്ഷൻ പഠിക്കുന്നതടാ? സി ഇഫ് ഓക്കെ ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 55 വി സേ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഹാർട്ട് പ്രോപ്പറായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഇഫ് ഇജക്ഷൻ ഫ്രാക്ഷൻ ഇസ് ലെസ്, അണ്ടർസ്റ്റുഡ്? ബേസിക്കലി വി മസ്റ്റ് സസ്പെക്റ്റ് ഹാർട്ട് ഫെയിലിയർ. ഇപ്പം ഒരാൾക്ക് ഇജക്ഷൻ ഫ്രാക്ഷൻ കുറവാണ്, 55%-നെക്കാട്ടി കുറവാണ് എങ്കിൽ വി മസ്റ്റ് സസ്പെക്റ്റ് വാട്ട്? ഹാർട്ട് ഫെയിലിയർ. അണ്ടർസ്റ്റുഡ്? Now factors regulating cardiac output. Look here. See, cardiac output, what is the formula? Stroke volume into heart rate. അപ്പോൾ heart rate കൂടിയാൽ what happens to the cardiac output? It increases. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്ന എപ്പോഴാണ്? എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, ആ സമയത്ത് ഒരാളുടെ കാർഡിയക് ഔട്ട്പുട്ട് കൂടും. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് the heart rate decreases, okay, and his cardiac output also decreases. Okay, now look here, cardiac output. See the cardiac output, it also depends upon the stroke volume. What is stroke volume? Stroke volume, again I'm telling you, it is the volume of blood, okay, or the amount of blood pumped out of each ventricle during one heartbeat. Okay, around 70 ml ആണ് രണ്ട് വെൻട്രിക്കിളിൽ നിന്നും ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് ബ്ലഡ് ഇജക്റ്റ് ആവുന്നത്. Now, see, the stroke volume actually, it tells us about how efficiently the heart is pumping blood. Okay, now this stroke volume depends on factors called preload, afterload and contractility of heart muscles. എന്താ ഞാൻ പറഞ്ഞുതരാം. So remember, stroke volume 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു: preload, afterload and contractility of cardiac muscles. So first let's talk about preload. ഒറ്റ വാക്കിൽ ഞാൻ പ്രീലോഡ് എന്താണെന്ന് പറയണമെങ്കിൽ ഐ വിൽ സേ പ്രീലോഡ് ഇസ് നത്തിങ് ബട്ട് ദ വീനസ് റിട്ടേൺ ടു ദ ഹാർട്ട്. മോനെ, ലെറ്റ് മീ ടേക്ക് I told you deoxygenated blood comes to the right atria, and oxygenated blood comes to the left atria. Then they move towards the ventricle. അപ്പോൾ എത്രമാത്രം ബ്ലഡാണ് ഹാർട്ടിലേക്ക് വരുന്നത്, ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രീലോഡ് എന്ന് പറയുക. Basically it is the amount of blood that fills the heart before it beats. ഈ ഹാർട്ട്, ഓക്കെ, this entire heart ഒന്ന് കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് മുന്നേ എത്രമാത്രം ബ്ലഡ് ഇതിൽ ഫില്ലപ്പായി, അതിനെയാണ് നമ്മൾ പ്രീലോഡ് എന്ന് പറയുക. സോ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ഇമാജിൻ എ റബ്ബർ ബാൻഡ്. ഒരു റബ്ബർ ബാൻഡ് ആലോചിച്ച് നോക്കാം. നമ്മളതിനെ സ്ട്രെച്ച് ചെയ്യാണ്, രണ്ട് വശത്തു നിന്നും സ്ട്രെച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ രണ്ട് വശത്തു നിന്നും വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ദാറ്റ് ദ ഫോഴ്സ് വിത്ത് വിച്ച് ഇറ്റ് കംസ് ബാക്ക് ഇസ് ഗോണ ബി സ്ട്രോങ്ങർ.
അല്ലേ? അപ്പോൾ അതേപോലെ എത്രമാത്രം ബ്ലഡാണോ ഫില്ലാവുന്നത് ഇൻ ദി ഹാർട്ട്, ഓക്കെ, അത്രയും ഹൈ ആയിരിക്കും ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ. സി വൺസ് മോർ, പ്രീലോഡ് മീൻസ് ഹാർട്ടിൽ ഒരു ഹാർട്ട് ബീറ്റിന് മുന്നേ എത്രമാത്രം ബ്ലഡ് ഫില്ലപ്പ് ആവുന്നു, അതിനെയാണ് പ്രീലോഡ് എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു IV ഫ്ലൂയിഡ് കൊടുക്കുകയാണ് പേഷ്യൻറ്റിന് എന്ന് പറയുമ്പോൾ അയാളുടെ വോളിയം ഓഫ് ബ്ലഡ് കൂടുകയാണ് അല്ലേ? അപ്പോൾ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡും കൂടുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഹാർട്ടിലുണ്ടാവുന്ന ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് ഹാർട്ടിലുണ്ടാവുന്ന കോൺട്രാക്ഷനും കൂടും. അണ്ടർസ്റ്റുഡ്? ദ മോർ ദ ബ്ലഡ് ഫിൽസ് ഇൻ ദ ഹാർട്ട്, ദ സ്ട്രോങ്ങർ ഇറ്റ് കോൺട്രാക്ട്സ്. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ലെറ്റ് സേ ഒരാൾക്ക് ആക്സിഡൻ്റ് ആയി, ആ സമയത്ത് അയാൾക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നു. അപ്പോൾ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് കുറയോ കൂടുമോ? കുറയും. അയാൾക്ക് ബ്ലഡ് ലോസ് ഉണ്ടായി ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് കുറയും. അപ്പോൾ പ്രീലോഡ് എന്ത് പറ്റും? പ്രീലോഡും കുറയും. സോ ജസ്റ്റ് റിമെമ്പർ, when the preload increases, contraction of the heart also increases. When the preload decreases, ആ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ കേപ്പബിലിറ്റി അല്ലേ, അതും കുറയും. ഓക്കെ, നൗ പ്രീലോഡിനെ പറ്റി പഠിക്കുമ്പോൾ യു ഷുഡ് ടെൽ സംതിങ് അബൌട്ട് ഫ്രാങ്ക്-സ്റ്റാർലിങ്സ് ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Frank-Starling law means, you should say, the definition is, the more the heart fills with blood. See, heart, you know that when it is in relaxation state, okay, that is diastole phase, blood gets filled up in the heart. Adariyallo. So the more the heart fills with blood during diastole, the stronger it contracts during systole. Idana in simple way Frank-Starling's law. Okay. ഇതിൻ്റെ ക്ലിനിക്കൽ റെലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എക്സസൈസിൻ്റെ സമയത്ത് ഓക്കെ ദർ ഈസ് ഗോയിങ് ടു ബി ഇൻക്രീസ്ഡ് വീനസ് റിട്ടേൺ അല്ലേ? വീനസ് റിട്ടേൺ കൂടുന്നു, പ്രീലോഡ് കൂടുന്നു. ഞാൻ പറഞ്ഞു പ്രീലോഡ് കൂടിയാൽ കോൺട്രാക്ഷൻ ഓഫ് ദി ഹാർട്ട് ഓൾസോ ഇൻക്രീസസ്. സോ ഇൻ ദാറ്റ് കേസ് the cardiac output will also increase. So basically in the exercise the cardiac output increases, right? Okay, the next component is contractility of the heart. See, cardiac output depends on contractility of the heart. Contractility യുടെ അർത്ഥം എന്താടാ? It means muscle power. Okay, in one word if I should tell you what is contractility, it means muscle power. എത്രമാത്രം സ്ട്രെങ്തോടെ ഹാർട്ടിന് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റും. Okay, so the better it contracts, more blood it can pump out. That is as simple. Okay, see, now tell me, ഈ ഹാർട്ട് ഫെയിലിയറിൻ്റെ സമയത്ത് വാട്ട് ഹാപ്പൻസ്? ദ കോൺട്രാക്റ്റിലിറ്റി ഓഫ് ദി ഹാർട്ട് ഡിക്രീസസ്. ഹാർട്ട് മസിൽസിന് അത്രയും പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നു. Now they might ask you, okay, name 2 conditions where the contractility of the heart increases when it decreases. So ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ പവർ കൂടുന്നത് നമ്മൾ അഡ്രിനാലിൻ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോഴാണ്. അഡ്രിനാലിൻ പല കാരണത്താൽ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അനാഫിലാക്സിസ് ഇല്ലേ, എന്ന് വെച്ചാൽ സിവിയർ അലർജിക് റിയാക്ഷൻസ് വരുമ്പോൾ നമ്മൾ അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗ് കൊടുക്കാറുണ്ട്. സിവിയർ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഷോക്ക് വരുമ്പോഴത്തേക്കും അഡ്രിനാലിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ പോയാൽ ഹാർട്ടിൻ്റെ കോൺട്രാക്റ്റിലിറ്റി കൂടും. അപ്പം ഇറ്റ് ക്യാൻ ഇജക്ട് ബ്ലഡ് ഫാസ്റ്റ് ആൻഡ് മോർ ബ്ലഡ് ക്യാൻ എൻറ്റർ യുവർ ഓർഗൻസ്. മനസ്സിലായോ? ഫൈൻ. നൗ the contractility of the heart decreases if there is hypoxia or heart failure. What is hypoxia, dear? See, hypoxia എന്ന് വെച്ചാൽ there is not enough oxygen in the tissues. നമ്മുടെ ബോഡി ടിഷ്യൂസിൽ ഇനഫ് ഓക്സിജൻ അല്ലെങ്കിൽ ലോ ഓക്സിജൻ ഇൻ ദ ബോഡി ടിഷ്യൂസ്, ആ ഒരു സ്റ്റേറ്റിനെയാണ് ഹൈപ്പോക്സിയ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് സെൽസിന് നല്ല ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ശരിക്കും കോൺട്രാക്ട് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ദ കോൺട്രാക്റ്റിലിറ്റി ഡിക്രീസസ്. അപ്പോൾ കോൺട്രാക്റ്റിലിറ്റി ഓഫ് ദി ഹാർട്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കാർഡിയാക് ഔട്ട്പുട്ട്. ഹാർട്ട് നന്നായിട്ട് കോൺട്രാക്ഷൻ നടന്നാൽ ഹാർട്ട് മസിൽസിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട് കൂടുന്നു. സിമ്പിൾ. കോൺട്രാക്ഷൻ കുറയുകയാണെങ്കിൽ, ലൈക്ക് ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ, ദെൻ കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നു. Now the next thing is something called as afterload, which afterload also affects the cardiac output. What is afterload? See, afterload means it is the pressure of the heart. It is a pressure the heart has to push against to pump blood out. See, right ventricle നിന്ന് ബ്ലഡ് എങ്ങോട്ടത്തേക്കാണ് പോകുന്നത്? പൾമണറി ആർട്ടറിയിലേക്ക്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നത്? അയോട്ട. ഓക്കെ, അയോട്ട ഇസ് ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് ആർട്ടറി.
See, think of it this way. Look, heart is like, once again, afterload endana, it is the pressure against which the heart has to contract to eject the blood into the respective arteries. So see, think the heart like a pump. Okay, heart ഒരു പമ്പാണ്. ഇത് ഈ രണ്ട് ആർട്ടറീസ് ഉണ്ടല്ലോ, ഇത് രണ്ടും പൈപ്സ് ആണ്. അപ്പോൾ ഒരു പമ്പിൽ നിന്ന് പൈപ്പിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രഷർ ഈ പമ്പിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കണ്ടേ അല്ലേ? ഒരു ചെറിയ പ്രഷർ പമ്പിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്താൽ മാത്രമേ ബ്ലഡ് ഈ രണ്ട് പൈപ്സിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സി ദിസ് ആഫ്റ്റർ ലോഡ് അത് നമ്മളുടെ എല്ലാവരിലും ഉണ്ട്, നോർമലാണ്. ആ ഒരു ചെറിയ പ്രഷർ നമ്മുടെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഓക്കെ, ഹാർട്ട് ക്യാൻ കോൺട്രാക്ട് ആൻഡ് ബ്ലഡ് വിൽ ബി പംപ്ഡ് ഇൻ ടു ദീസ് വെസൽസ്. പക്ഷേ ചില ആൾക്കാരിൽ ലെറ്റസ് സേ ഇങ്ങനെ ഹൈ BP ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പോകുമ്പം ഒരു വാൾവ് ഉണ്ടല്ലോ, ആ വാൾവിൻ്റെ പേരെന്താ? അയോട്ടിക് വാൾവ്. ഇവിടെ ഉള്ള വാൾവ് ഉണ്ടല്ലോ, റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമനറി ആർട്ടറിൻ്റെയും ഇടയ്ക്കുള്ള വാൾവ് എന്താണ്? പൾമനറി വാൾവ്. ആ സെമിലിയോണ വാൾവ്സ് അല്ലേ? അപ്പോൾ ചില ആൾക്കാരിൽ ഈ വാൾവ്സ് ഭയങ്കര നാരോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഭയങ്കര നാരോ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ അപ്പം ഈ ദർ കുഡ് ബി വാൽവുലർ സ്റ്റെനോസിസ് ഉണ്ടാവാം. സോ ഈ സമയത്ത് ഈ ചെറിയൊരു സ്ഥലത്തിൽ നിന്ന് ബ്ലഡ് പുഷ് ചെയ്യാനായിട്ട് ഹാർട്ടിന് കുറച്ചും കൂടെ കോൺട്രാക്ഷൻ വേണ്ടി വരും. എന്നുവെച്ചാൽ കുറച്ചും കൂടെ പ്രഷർ ഹാർട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും ടു പുഷ് ദ ബ്ലഡ് ഇൻ ടു ദീസ് ആർട്ടറീസ്. ഇൻ കേസ് എവിടെ എല്ലാവരിലും അല്ല, ഇപ്പം ആൾക്കാർ BP ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരിൽ അവരുടെ അയോട്ടയിലും അവരുടെ പൾമനറി ആർട്ടറിയിലൊക്കെ നല്ല പ്രഷർ ഉണ്ടായിരിക്കും, നാരോ ആർട്ടറീസ് ആയിരിക്കും ചില ആൾക്കാരിൽ, അത്രോസ്ക്ലെറോസിസ് ഉള്ള ആൾക്കാരിൽ. അപ്പോൾ ഈ നാരോ സ്പേസിൽ കൂടെ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ഹാർട്ട് കുറച്ചും കൂടെ കോൺട്രാക്ട് ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം നോർമൽ ആൾക്കാരിൽ ഈ വാൾവ്സ് ഒക്കെ നോർമൽ ആണെങ്കിൽ ഹാർട്ടിന് ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി, ഒരു നോർമൽ പ്രഷർ കൊടുത്താൽ മതി, ബ്ലഡ് വിൽ ഫ്ലോ ഫ്രം ദ വെൻട്രിക്കിൾസ് ഇൻ ടു ദീസ് വെസൽസ്. പക്ഷേ ഇൻ കേസ് ഓഫ് സ്റ്റെനോസിസ്, അയോട്ടിക് സ്റ്റെനോസിസ് ഉള്ള ആളിൽ എന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ബ്ലഡ് കടക്കുന്ന ആ സ്പേസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ പ്രഷർ കൊടുത്താലേ ഫുൾ എമൗണ്ട് ഓഫ് ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ദ കോൺട്രാക്ഷൻ ഷുഡ് ബി ഹൈ. ദ ഹാർട്ട് ഹാസ് ടു ഗിവ് മോർ പ്രഷർ ടു പുഷ് ദി ബ്ലഡ് ഇൻ ടു ദ വെസൽസ്. അപ്പോൾ ആ ഒരു പ്രഷറിനെയാണ് പ്രഷർ അഗെയിൻസ്റ്റ് വിച്ച് ദി ഹാർട്ട് ഇസ് ആക്ടിങ്, അതിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ലിറ്റിൽ മോർ. ഇതൊരു ചെറിയ സ്ട്രോ ആണെന്ന് വെച്ചോ, ഞാനിവിടെ ഒരു വലിയ സ്ട്രോ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ വശത്ത് നിന്നിട്ട് നിങ്ങൾ എയർ ഇതിൽ കൂടെ ഊതി വിടുകയാണ്. ചെറിയ സ്ട്രോയിൽ ഊതാനാണോ അതോ വലിയ സ്ട്രോയിൽ ഊതുമ്പോഴാണോ നിങ്ങൾക്ക് ആ ഫോഴ്സ് കുറച്ച് കൊടുത്താൽ മതി? ഏത് കണ്ടീഷനിലായിരിക്കും? ഈ ചെറിയ സ്ട്രോയിൽ എന്ന് പറഞ്ഞാൽ ഏരിയ കുറവുള്ള സ്ട്രോയിൽ നിങ്ങൾ കുറച്ചും കൂടെ പ്രഷർ അപ്ലൈ ചെയ്യണം, എങ്കിലേ എയർ ഈ സ്ട്രോയിൻ്റെ അകത്തേക്ക് ചെല്ലുള്ളൂ. വേറാസ് ഈ വലിയ സ്ട്രോ ആണെങ്കിൽ അകത്ത് നല്ല സ്പേസ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് ചെറുതായിട്ട് നൂതിയാൽ മതി, എയറിൻ്റെ അകത്തേക്ക് പോകും. അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ആഫ്റ്റർ ലോഡും. ഇറ്റ് ഇസ് സിമിലർ ടു ദിസ്. ഇപ്പം ഒരു അയോട്ടയിൽ ഒരാൾക്ക് ലെറ്റസ് സേ അത്രോസ്ക്ലെറോസിസ്, ഇവിടെ ഇങ്ങനെ അത്രോസ്ക്ലെറോസിസ് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ വാൾവുലർ സ്റ്റെനോസിസ് ഉണ്ടെന്ന് വെച്ചോ, എന്ന് വെച്ചാൽ വാൾവ് ശരിക്കും തുറക്കുന്നില്ല, അപ്പോൾ ഈ ബ്ലഡിന് പോകാനുള്ള സ്ഥലം കുറയാണ്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാസ് ടു കോൺട്രാക്ട് ഈവൻ ഫർദർ, കുറച്ചും കൂടെ പ്രഷർ വെച്ചിട്ട് അത് കോൺട്രാക്ട് ചെയ്താലേ ബ്ലഡിനെ പുഷ് ചെയ്ത് അയോട്ടയിലേക്ക് എത്തിക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ആഫ്റ്റർ ലോഡ്. അപ്പം ഈ BP ഉള്ള ആൾക്കാരിൽ ദ ആഫ്റ്റർ ലോഡ് ഇസ് ഗോയിങ് ടു ബി ഹൈ. ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദ പ്രഷർ അഗെയിൻസ്റ്റ് വിച്ച് ദ വെൻട്രിക്കിൾസ് ആർ ആക്ടിങ്. അപ്പം BP ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഈ വാൾവ്സിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരിൽ ദ ആഫ്റ്റർ ലോഡ് ഇസ് ഗോയിങ് ടു ബി ഹൈ എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് കുറച്ചും കൂടെ കോൺട്രാക്ട് ചെയ്താലേ ബ്ലഡിനെ പുഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവർ ദ ലോങ് റൺ കുറേ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പം ഹാർട്ട് ബിക്കംസ് വീക്ക്. മനസ്സിലായോ? ദാറ്റ് ഈസ് ആഫ്റ്റർ ലോഡ്. ഓക്കെ, ഇനി ചില ഹോർമോൺസ് ക്യാൻ ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്, ലൈക്ക് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. ഈ രണ്ട് ഹോർമോൺസും ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ഓൾസോ പ്ലേസ് എ റോൾ ഇൻ കാർഡിയക് ഔട്ട്പുട്ട്. അപ്പം ഹീറ്റുള്ള സ്ഥലമാണെങ്കിൽ ഇഫ് ദി എൻവയോൺമെൻറ്റ് ഇസ് ടു ഹോട്ട് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദി ഹാർട്ട് റേറ്റ്. കാർഡിയക് ഔട്ട്പുട്ട് ഇസ് ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുവാണെങ്കിൽ കാർഡിയക് ഔട്ട്പുട്ടും കൂടും. ഇനി കോൾഡ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നാച്ചുറലി നമ്മുടെ ബോഡിയുടെ ഹാർട്ട് റേറ്റ് കുറയും. ഹാർട്ട് റേറ്റ് കുറഞ്ഞാൽ കാർഡിയക് ഔട്ട്പുട്ടും കുറയും. ഓക്കെ, ഓൾസോ
സി ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെയിം 2 കണ്ടീഷൻസ് വെയർ കാർഡിയക് കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസസ്. പ്രഗ്നൻസിയുടെ സമയത്ത് ഡെഫിനറ്റ്ലി കുഞ്ഞിനും ബ്ലഡ് വേണമല്ലോ, റൈറ്റ്, ന്യൂട്രിയൻസ് വേണം, അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നു. ആങ്സൈറ്റിയുടെ സമയത്തും കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നു. കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്ന എപ്പോഴാണ്? ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, നമ്മൾ there are ways to measure cardiac output. കാർഡിയക് ഔട്ട്പുട്ട് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ചില മെത്തേഡ്സ് ആണ്. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഈ 2 പേര് മാത്രം പഠിച്ചാൽ മതി ഫോർ എക്സാം. ഓക്കെ, ദാറ്റ് ഈസ് ഫിക്സ് പ്രിൻസിപ്പിൾ ആൻഡ് ഹാമിൽട്ടൺ ഡൈല്യൂഷൻ മെത്തേഡ്. Again, they don't ask you in detail, they'll just ask you how can you estimate the cardiac output, right? So to measure the cardiac output we use വേറെ കുറേ methods ഉണ്ട്, but these 2 are important: fixed principle ഉം ഹാമിൽട്ടൺ ഡൈല്യൂഷൻ മെത്തേഡും. ഓക്കെ, now അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കാർഡിയക് ഔട്ട്പുട്ട് പഠിച്ചത്? വൈ ആർ വി ലേണിംഗ് കാർഡിയക് ഔട്ട്പുട്ട്? വാട്ട് ഈസ് ദി അപ്ലൈഡ് ഫിസിയോളജി? Because you will have to learn in further classes about cardiac failure. Cardiac failure അല്ലെങ്കിൽ heart failure is a condition where the heart fails, okay, to pump enough blood to meet the body needs. ബോഡിക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കാർഡിയാക് ഫെയിലിയർ എന്ന് പറയുക. ഓക്കെ, there are 2 types, not 2 actually, there are 3, let's call it as 3 types of heart failure. We have left sided heart failure, okay, and right sided heart failure. Okay, and ഇത് രണ്ടും ഫെയിൽ ആവുമ്പോൾ നമ്മൾ അതിനെ congestive heart failure എന്ന് പറയും. congestive heart failure. So see, whenever you're writing topics in anatomy or physiology, be it any topic, അതിൻ്റെ താഴെ നിങ്ങൾ applied physiology അല്ലെങ്കിൽ applied anatomy എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസീസ് കണ്ടീഷനെ പറ്റിയിട്ടും കൂടെ എഴുതിയാൽ it will fetch you more marks. Understood? Okay. So this is in brief about cardiac output. I'll see you in the next class with the next topic. Bye-bye.